പാലക്കാട് ഒറ്റപ്പാലം ITIയിൽ വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ചു തകർത്ത സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി പരിക്കേറ്റ സാജന്റെ പിതാവ്. പരിക്കേറ്റ മകന്റെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിയെ ജാമ്യത്തിൽ വിട്ടു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു ഈ കേസ് എടുത്തിരുന്നത്. പോലീസിനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ തയ്യാറാവുന്നില്ല. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിന് പിന്നിലെന്നൊക്കെ സാജന്റെ പിതാവ് ആരോപിച്ചിരിക്കുകയാണ്. സ്റ്റേഷനിൽ ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഇപ്പോൾ കിട്ടിയ അറിവ്. അത് മാത്രമല്ല, സങ്കടകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ മൊഴി പോലും ഇതുവരെ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. എൻ്റെ മോൻ്റെ മൊഴി രേഖപ്പെടുത്തി യഥാർത്ഥ വസ്തുതകൾ പോലീസ് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ പ്രതിനെ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു വളരെ സങ്കടകരമായൊരു അവസ്ഥയാണ്. പോലീസിന് നോൺ ബെയിലബിൾ ഒഫൻസാണ്. പോലീസ് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ട വകുപ്പാണ്. പക്ഷേ പോലീസ് തന്നെ വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ സ്വാധീനമാവാനാണ് സാധ്യത. രാഷ്ട്രീയ ഉന്നതന്മാരുടെ സ്വാധീനമാവാനാണ് സാധ്യത. ആനന്ദ് പുത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. ആനന്ദ്, ഗുരുതര ആരോപണങ്ങളാണ് ഈ വിഷയത്തിൽ പിതാവ് ഉയർത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? എന്തായാലും ഈ പോലീസിനെതിരെ വലിയ വിമർശനം തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതായത് ഈ വിഷയം ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്ത് പ്രതിയെ ജാമ്യത്തിൽ വിട്ടു എന്നാണ് പറയുന്നത്. പരിക്കേറ്റ മകന്റെ മൊഴി ഇതുവരെ രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും പിതാവ് പറയുന്നുണ്ട്. ഈ ആദ്യം മുതൽ തന്നെ ഈ വിഷയമുണ്ടായി തുടക്കം മുതൽ തന്നെ ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ ഫോൺ വിളിച്ചിട്ടും, അതായത് നിരന്തരമായി പലതവണ ഫോൺ വിളിച്ചിട്ടും അവർ ഫോൺ എടുക്കാൻ തയ്യാറാകുന്നില്ല. പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പിന്നിലെന്നാണ് ഈ പിതാവ് പറയുന്നത്. ഈ CCTV ദൃശ്യങ്ങളിലൂടെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് ഈ മകന് നേരെ നടന്നിട്ടുള്ളത് ബോധപൂർവമായിട്ടുള്ള ആക്രമണമാണെന്നാണ് പിതാവ് പറയുന്നത്. മകൻ ആശുപത്രി കഴിയുമ്പോൾ ഈ പ്രതി ഇതുപോലെ മറ്റ് ആളുകളെയും സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി. എന്നാലും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. ശരി ആനന്ദ്.